ഹലോ വെൽക്കം ടു ഡീകോഡ് ആൻഡ് ഡീബഗ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചറിലെ ബേസിക് ടെർമിനോളജീസ് എന്തൊക്കെയാണെന്നാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് എന്താണ് ഡാറ്റ. സോ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എ വാല്യൂ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെ പറയുന്ന പേരാണ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 24, അതൊരു വാല്യൂ ആണ്. അതുപോലെ 31, 78, 80, 90, 89, 32, 93 അങ്ങനെ പറയുന്നതെല്ലാം എന്താണ് നമ്മുടെ സെറ്റ് ഓഫ് വാല്യൂസ്. അപ്പം ഇതിനെയാണ് നമ്മൾ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ദാറ്റ് ഹാസ് സർട്ടൻ ആട്രിബ്യൂട്ട്സ് ആൻഡ് വിച്ച് മേ ബി അസൈൻഡ് വാല്യൂസ്. ഒരു സംഭവത്തിന് പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സും ആ ആട്രിബ്യൂട്ട്സിൽ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എൻറ്റിറ്റി. അതായത് ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ എംപ്ലോയീനെ നമ്മൾ എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ എംപ്ലോയിക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ എംപ്ലോയി നെയിം, എംപ്ലോയി ID, സാലറി ഒക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് വരുന്നത്, ഫീച്ചേഴ്സ്. ആൻഡ് ആ ആട്രിബ്യൂട്ടിന് വാല്യൂ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അതായത് ആട്രിബ്യൂട്ട് ആയിട്ടുള്ള എംപ്ലോയി നെയിമിന് ഷരൺ ഓർ എംപ്ലോയി സാലറിക്ക് 10,000 rupees. സോ അങ്ങനെയുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ്, ആ ഒരു എംപ്ലോയി എന്നുള്ളതിനെ പറയുന്നതാണ് വേർഡ് എൻറ്റിറ്റി എന്നുള്ളത്. ആൻഡ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയീനെ നമ്മൾ പറയുന്നത് എൻറ്റിറ്റി എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ എംപ്ലോയീസും ഇൻ ആൻ ഓർഗനൈസേഷനായിരുന്നു നമ്മൾ പറയുന്ന ആ സെറ്റ് ഓഫ് എൻറ്റിറ്റി എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി സെറ്റ് എന്നുള്ളത്. The next is an example. That example entity equal to employee, attribute name, values like Ravi, Anand എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം 30 December 1961 or something. Then sex and designation as a director. സോ ഇത്രയാണ് ഒരു എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സും അതിൻ്റെ വാല്യൂസും. സോ ഇതിലെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നെയിം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, ഡെസിഗ്നേഷൻ. ആൻഡ് വാല്യൂസ് എന്നുള്ളതാണ് രവി ആനന്ദ്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ, ഡയറക്ടർ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഈച്ച് ആട്രിബ്യൂട്ട് ഓഫ് ആൻ എൻറ്റിറ്റി സെറ്റ് ഹാസ് എ റേഞ്ച് ഓഫ് വാല്യൂസ് കോൾഡ് ഡൊമെയിൻ ഓഫ് ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ടിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റിക്കുള്ള ആട്രിബ്യൂട്ട്സിന് ഒരു പർട്ടിക്കുലർ റേഞ്ചിലായിരിക്കും അതിൻ്റെ വാല്യൂസ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ സെക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ ഓർ അതേഴ്സ്, ആ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഡൊമെയിൻ ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ദാറ്റ് കുഡ് ബി അസൈൻഡ് ടു ദാറ്റ് ആട്രിബ്യൂട്ട്. ആ ഒരു ആട്രിബ്യൂട്ടിന്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെക്സിലാണെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ടിന് ഏതൊക്കെ വാല്യൂസ് ആണ് അസൈൻ ചെയ്യാൻ പറ്റുക, ആ പോസിബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഓൾ ദ പോസിബിൾ വാല്യൂസ്, അതിനെ നമ്മൾ പറയുന്നതാണ് ഡൊമെയിൻ എന്നുള്ളത്. സോ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ എംപ്ലോയി എൻറ്റിറ്റി ദ ആട്രിബ്യൂട്ട് സെക്സ് ഹാസ് ഡൊമെയിൻ ആസ് മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഇൻഫോർമേഷൻ. ആൻഡ് വാട്ട് ഈസ് ഇൻഫോർമേഷൻ? നമ്മൾ ഡാറ്റ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസിനെ പറയുന്നതാണ് ഡാറ്റ എന്നുള്ളത് അല്ലേ. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആയിട്ടുള്ള ഡാറ്റേനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓരോ ഡാറ്റയ്ക്കും അർത്ഥമുണ്ട്. ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ എന്നുള്ള 24 എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, മീനിങ് ഇല്ല അല്ലേ. എന്താണ് ആ 24 കൊണ്ട് അർത്ഥമാക്കുന്നതെന്നില്ല. പകരം ഏജ് ഈസ് ഈക്വൽ ടു 24 എന്നിട്ടാലോ അവിടെ എന്തുണ്ട്, ആ ഒരു 24 എന്നുള്ളതിന് മീനിങ് ഉണ്ട്. അതൊരു വയസ്സാണ് അല്ലെങ്കിൽ ഏജ് ആണ് എന്നുള്ളതിനൊരു മീനിങ് ഉണ്ട്. അതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇഫ് വി ഇമ്പോസ് മീനിങ് എലോങ് വിത്ത് ദ ഡാറ്റ ഇറ്റ് ബിക്കംസ് ഇൻഫോർമേഷൻ.